Hello, my dear friends. Welcome to Sincere Study with Archa. ഇന്ന് നമ്മൾ നോക്കുന്നത് സിനനിംസ് ആണ്. സിനനിംസ് എന്ന് വെച്ചാൽ എന്താണ്? പര്യായ പദം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സിനനിംസ് പര്യായ പദം, അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിനനിംസിൽ തന്നെ ആദ്യം ഒരു 10 സിനനിംസ് നമുക്ക് ഓരോ ദിവസവും 10 സിനനിംസ് വെച്ച് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് അബാൻഡൺ. അബാൻഡൺ എന്നാണ്. അബാൻഡൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ അബാൻഡൺ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നാണ്. അബാൻഡൺ അബാൻഡൺ എന്ന് വെച്ചാൽ എന്താ? ഉപേക്ഷിക്കുക. അപ്പം അബാൻഡന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു വേർഡ്സ് ആണ് ലീവ്. ലീവ് ചെയ്യുക പറയത്തില്ലേ നമ്മൾ? ലീവ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ കളയുക. ലീവ്. അതുപോലെ ഫോർസേക്ക്. ഫോർസേക്ക്. ഓക്കെ, അപ്പൊ അബാൻഡൺ എന്ന് പറയുന്നതിന്റെ സിനോണിംസ് ആണ് ലീവ് ആൻഡ് ഫോർസേക്ക്. ലീവ്, ഫോർസേക്ക്. ലീവ്, ഫോർസേക്ക്. അബാൻഡൺ. അബാൻഡന്റെ സ്പെല്ലിംഗ് നോക്കാം. ABANDON. ABANDON. അബാൻഡൺ, ലീവ് ഓർ ഫോർസേക്ക്. ഓക്കെ, അടുത്തത് അബേസ്. അബേസ് ആണ്. അബേസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അബേസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തരം താഴ്ത്തുക. നമ്മളിപ്പോ ഒരാളെ പറ്റി തരം താഴ്ത്തി പറയുക, അല്ലെങ്കിൽ അയാളെ നമ്മൾ തരം താഴ്ത്തുക, താഴ്ത്തിക്കെട്ടി പറയുക, അതിനെയൊക്കെയാണ് അബേസ് എന്ന് പറയുന്നത്. അബേസ്. അപ്പൊ അതിന്റെ സിനോണിംസ് വരുന്നതാണ് ഹ്യൂമിലിയേറ്റ്. ഹ്യൂമിലിയേറ്റ്. അതുപോലെ ഡീഗ്രേഡ്. ഡീഗ്രേഡ്. ഹ്യൂമിലിയേറ്റ്, degrade. അപ്പൊ abase എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക. Abase, humiliate, degrade. Abase, humiliate, degrade. അപ്പൊ abase എന്ന് പറയുന്നത് humiliate, degrade. അടുത്തത് abash. Abash. Abash എന്ന് വെച്ചാൽ പരിഭ്രമിക്കുക അല്ലെങ്കിൽ പേടിക്കുക. അതിനെയൊക്കെ നമ്മൾ abash എന്ന് പറയാം. പരിഭ്രമിക്കുക. Abash. അപ്പൊ അതിന്റെ സിനോണിംസ് വരുന്നതാണ് embarrass, disconcert. Embarrass, disconcert. Embarrass, disconcert. Abash, embarrass, disconcert. Okay, അപ്പൊ abandon, leave, forsake, abase, humiliate, degrade, abash, embarrass, disconcert. ഞാൻ പറയുന്നതിന്റെ കൂടെ നിങ്ങളും പറയാൻ ശ്രമിക്കുക. Abandon, leave, forsake. Abandon, leave, forsake. And abase. Abase എന്ന് വെച്ചാൽ എന്താ? തരം താഴ്ത്തുക. Humiliate, degrade. Humiliate, degrade. Abase, humiliate, degrade. അടുത്തത് abash. Abash എന്ന് പറയുന്നത് embarrass, disconcert. Embarrass, disconcert. Embarrass, disconcert. The abate. 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 The abate. 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 Abate എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക എന്നൊരു മീനിങ് ആണ്. കുറയ്ക്കുക. അപ്പൊ എന്താ? ഡിക്രീസ്, ഡിമിനിഷ്, ലെസൺ. ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക. ഡിമിനിഷ് ചെയ്യുക, കുറയ്ക്കുക. ലെസൺ, കുറയ്ക്കുക. ഓക്കെ, അപ്പം അബേറ്റ്. അബേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ്, ഡിമിനിഷ്, ലെസൺ. അപ്പൊ നമ്മൾ 4 എണ്ണം പഠിച്ചത് അബൻഡൻ, ലീവ്, ഫോർസേക്ക്, അബേസ്, ഹ്യൂമിലിയേറ്റ്, ഡീഗ്രേഡ്, അബാഷ്, എംബറാസ്, ഡിസ്കൺസർട്ട്. Abate, bait, decrease, diminish, lessen. Okay, abandon, abase, abash, abate. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് abet. Abet. Abet എന്ന് വെച്ചാൽ എന്താ? Encourage, assist. Abet എന്ന് പൊതുവെ നമ്മൾ പറയുന്നത് എന്തിനെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയാണ് abet എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിനാണ് നമ്മൾ
എൻകറേജ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അബറ്റ്. അപ്പൊ അബറ്റ്, encourage, assist. Abet, encourage, assist. Abet, encourage, assist. Okay. അപ്പൊ അഞ്ജന, abandon, leave, forsake, abase, humiliate, degrade, abash, embarrass, disconcert, abate വരുമ്പോ decrease, diminish, lessen, and abet വരുമ്പോ എന്താണ്? encourage, assist. abate, decrease, diminish, lessen. abate എന്ന് വെച്ചാൽ കുറയ്ക്കുക. abet വരുമ്പോ encourage, assist. അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് abate. ഓക്കെ, അടുത്തത് abide. എന്താണ് abide എന്ന് പറയുന്നത്? നമ്മൾ സഹിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. abide, tolerate, endure. ഇപ്പൊ abide, 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 tolerate, endure. abide, tolerate, endure. abide എന്ന് വെച്ചാൽ സഹിക്കുക, നമ്മൾ സഹിക്കുകയാണ്. അപ്പൊ സഹിക്കുക എന്ന മീനിങ് ആണ് abide വരുന്നത്. abide, tolerate, endure. അടുത്തത് object. object അല്ല, object. ABJECT. object ഏതൊക്കെയാണ്? miserable, wretched. object എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഭയങ്കര നികൃഷ്ടമായിട്ടുള്ള ഒന്നിനെ പറയുന്നതാണ് abject, miserable, wretched. ഇപ്പൊ പോവേർട്ടി ഒക്കെ പറ്റി പറയുന്ന ഒരു വേർഡ് ആണ്. പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ പറ്റി പറയുമ്പോൾ ഉള്ള ഒരു വേർഡ് ആണ് object. ഓക്കെ, abject, miserable, wretched. abject, miserable, wretched. അടുത്തത് abolish. abolish എന്ന് വെച്ചാൽ എന്താ? നിർത്തലാക്കുക. നിർത്തലാക്കുക. ഓക്കെ, അപ്പൊ abolish ഇപ്പൊ നമുക്ക് സിനോണിംസ് ആയിട്ട് പറയാം. stop എന്ന് പറയാം. abolish, stop നിർത്തുന്നു. അതുപോലെ തന്നെ abrogative എന്ന് പറയാം. അപ്പൊ abolish, stop, abrogative സിനോണിം ചോദിച്ചാലും എന്താണ്? abolish, stop ആണ്. അപ്പൊ abolish, stop, abrogative. abolish, stop, abrogative. abolish, stop, abrogative. And അടുത്തത് abominate. abominate, ABOMINATE. abominate എന്ന് വെച്ചാൽ ഡിറ്റസ്റ്റ്. abominateന്റെ മലയാളം എന്ന് പറയുന്നത് എനിക്ക് കൊടിയ വെറുപ്പാണ്. എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പം ആ ഒരു ഭയങ്കര വെറുപ്പിനെ അല്ലെങ്കിൽ കൊടിയ വെറുപ്പിനെ പറയുന്ന പേരാണ് abominate. ഓക്കെ, അപ്പൊ abominate അതിന്റെ സിനോണിമാണ് detest. അപ്പൊ abominate, detest. മറ്റൊരു പേരാണ് loud എന്ന് പറയാം. അപ്പൊ love അല്ല, loud. ഓക്കെ, അപ്പൊ abominate, loud. അപ്പൊ abominate, detest, loud. abominate, detest, loud. ഓക്കെ, അടുത്തതാണ് abortive. അത് നമുക്ക് സാഹചര്യങ്ങളോട് അല്ലെ അബോർഷൻ എന്നൊക്കെ പറയുക അല്ലെ, അതിന്റെ തന്നെ വേർഡാണ് abortive. എന്ന് പറയുന്നത് എന്താണ്? fruitless, unsuccessful എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു സക്സസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു റിസൾട്ട് ഇല്ല. അപ്പൊ അതിനെയാണ് abortive എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല. abortive, fruitless, unsuccessful. abortive, fruitless, unsuccessful. Okay, അപ്പൊ abortive, fruitless, unsuccessful. abortive, fruitless, unsuccessful. fruitful അല്ല, fruitless ആണ്. abortive, fruitless, unsuccessful. അപ്പൊ abide, tolerate, endure. abide എന്ന് വെച്ചാൽ സഹിക്കുക എന്ന മീനിങ് ആണ് abide വരുന്നത്. abide, tolerate, endure. object എന്ന് വെച്ചാൽ നികൃഷ്ടമായ. object
മിസറബിൾ, wretched. അപ്പൊ മിസറബിൾ, wretched. അടുത്തത് abolish. abolish നമ്മൾ കേട്ടിട്ടുള്ള വേർഡ് ആണ് അല്ലെ. abolish എന്ന് പറയുന്നത് stop. abolish, stop. abrogative, abolish, abrogative, stop. abrogative ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? abolish, stop. അപ്പം abolish, stop, abrogative. abolish, stop, abrogative. abolish, stop, abrogative. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ പറയുക. നിങ്ങൾ കൂടെ പറഞ്ഞാൽ മാത്രമേ എന്താ ഓർമ്മയിരിക്കത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഓർമ്മയിരിക്കുള്ളൂ. അടുത്തത് abominate. abominate, abominateന്റെ മീനിങ് എന്താ പറഞ്ഞത്? ഭയങ്കര വെറുപ്പ്, എനിക്കങ്ങ് കൊടിയ വെറുപ്പാണ്. അപ്പൊ abominate എന്ന് പറയുന്നത് വെറുപ്പ്, ഭയങ്കര വെറുപ്പിനെ പറയും. അപ്പൊ abominateന്റെ സിനോണിംസ് ആണ് detest. detest എന്ന് പറയുന്നത് abominate, DETEST. abominate, detest. abominate, detest. അതുപോലെ മറ്റൊരു വേർഡ് ആണ് love. love. abominate, detest, love. abominate, detest, love. abominate, detest, love. അടുത്തത് abortive. abortive എന്താ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്ത ഒരു കാര്യം. അപ്പൊ fruitless, successful. fruitless, unsuccessful. ഓക്കെ, അപ്പോ ഇന്ന് ഈ 10 സിനോണിംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.